അന്നാമലൈ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. അന്നാമലൈ ഹോട്ടലാണ് കുവൈറ്റിലെ ഹോട്ടലിൽ ഒരു തമിഴ് സ്റ്റൈലുള്ള ഒരു ഹോട്ടലാണ്. ഇന്ന് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, നമ്മുടെ അസർബായ് നാട്ടിലേക്ക് പോവുകയാണ്. രണ്ട്, ഒരു ന്യൂ മെമ്പർ കൂടിയുണ്ട്, മിസ്റ്റർ ജിനേഷ്. നമ്മൾ അണ്ണാമലയിൽ നിന്ന് നല്ല ദോശ അടിക്കാൻ പോകുന്നു. തമിഴ് സ്റ്റൈൽ ഫുഡാണ്. ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം എങ്ങനെയാണ് എന്നുള്ളത്. ശരവണ ഭവൻ ഒരു കോസ്റ്റ്ലി ഓപ്ഷൻ ആണെങ്കിൽ ഇതൊരു ചീപ്പർ ഓപ്ഷനാണ്. നമ്മൾ ഫ്രണ്ടാണ്, ലോങ് ടൈം ഫ്രണ്ടാണ്. ஃப்ரைட் ரைஸ் இருக்குது, நூடில்ஸ் இருக்குது, கொத்து பரோட்டா, இடியப்பம் இருக்குது, தோசை, மசாலா தோசை, நெய் தோசை, ஆனியன் தோசை, ரவா தோசை, ராகி தோசை, பொடி தோசை, மல்லி தோசை, நெய் பொடி தோசை இருக்குது, நெய் மசாலா இருக்குது, ராகி முட்டை இருக்குது, காளான் முட்டை தோசை இருக்குது. വെജും ഉണ്ട് നോൺ വെജും ഉണ്ട്. സാധാരണ നമ്മൾ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് അല്ല, നോൺ വെജും അടിപൊളിയാണ്. ഓക്കെ, അപ്പം ദോശയല്ലേ? ദോശ പിന്നെ കറി എന്താ പറയുക? മട്ടൻ இருக்குது, போட்டி இருக்குது, சிக்கன் இருக்குது, சில்லி சிக்கன் ചിക്കനാ? ചിക്കനിലും ഉണ്ട്. சில்லி சிக்கன், രണ്ട് കലക്കിട്ടോ, ரெண்டு கலக்கி செட்டு தோசை, സെറ്റ് ദോശ. സെറ്റ് ദോശ 4 செட்டு தோசை, ஒரு சில்லி சிக்கன், ரெண்டு கலக்கி, ஒரு ആംപ്ലേറ്റ് ആപ്പ്. സോ പറഞ്ഞ പോലെ ഇന്ന് നമ്മുടെ അസർബായുടെ ചെലവാണ്. നാട്ടിലേക്ക് പോകുന്ന ഒരു ഹാപ്പി മൂഡിലാണ്. അതോടൊപ്പം അദ്ദേഹം ഒരു ഐഫോൺ കൂടി വാങ്ങിച്ചു. അപ്പോൾ ഐഫോൺ ഒന്ന് ലിസ്റ്റ് ഉണ്ടോ? ഗിഫ്റ്റ് ചെയ്താണ്. കവർ എടുത്ത് കാണിക്കൂ. ഒറിജിനൽ ആണെന്നുള്ള ഡൗട്ട് വരും. കിട്ടലാണ്. ഇന്ന് നമ്മുടെ വ്ളോഗിലൊരു അതിഥിയുണ്ട്. നമ്മുടെ സ്വന്തം ജിനേഷ് നാരായണൻ, കുവൈറ്റിലാണ്. അദ്ദേഹം നമ്മുടെ സന്തോഷ് ക്ലാസ്മേറ്റ്സ് ആണ്. ക്ലാസ്മേറ്റ്സ് നമ്മളെ ജോർജ് കുളങ്ങരല്ലേ, സന്തോഷ് അനിയനായിട്ട് വരും. കുറേ കൺട്രിയായി കറങ്ങുന്നതാണ്. കുവൈറ്റിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ്, മൂന്നാമത്തെ പ്രാവശ്യമാണ്. സൊമാലി പോയിട്ടുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ പോയിട്ടുണ്ട്, ഖത്തർ പോകാൻ നിൽക്കുകയാണ്, പോയിട്ടുണ്ട്. പലതരത്തെ കൺട്രീസ് ഇല്ലാന്ന് തോന്നുന്നു. ജോർജ് കുളങ്ങരൻ്റെ അനിയനായിട്ട് വരുന്നത്. അത് അവൻ ആർക്കോ വാക്ക് കൊടുത്ത പോലെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ നിന്നും മതിയാക്കിയിട്ട് വേറൊരു കമ്പനിയിൽ പോകാൻ നിൽക്കുകയാണ്. അടുത്ത രാജ്യം പിടിക്കണം. കുറിച്ചൊക്കെ നല്ല അഭിപ്രായം. കാരണം ഞാൻ ആദ്യമായിട്ട് ഒരു വിദേശ രാജ്യത്ത് വന്നത് ചൂടാതെ സഹിക്കാൻ പറ്റില്ല. വലിയ പ്രത്യേകത നല്ല ചൂടുള്ള ചൂടില്ല. ചൂടും കറൻസി വാല്യൂ അത് പൈസ ഉണ്ടാക്കാനാണെങ്കിൽ ഏറ്റവും നല്ല രാജ്യത്ത് പോയി ചിലവില്ല, ചിലവ് കുറവാണ്. പിന്നെ കറൻസി വാല്യൂ ഉണ്ട്. ഇതുമേലെ പിന്നെ കുവൈറ്റിൽ വന്നിട്ട് 20 വർഷം ആകുമ്പോൾ സാധനം കൊണ്ടുവരുന്നില്ല. cameraman last. സ്പെഷ്യൽ ചട്നിയാണ്, സ്പൈസിയാണ്, നല്ല സ്പൈസിയാണ്. പിന്നെ ഉള്ളത് നോർമലി 2 ചട്നി, സാമ്പാർ. അതെ, അത് എക്സ്ട്രാ ഉണ്ടാവും. ഇത് കൂടാതെയാണ് സാമ്പാർ കൂടാതെ നമുക്ക് ചിക്കൻ കുളമ്പും മീൻ കുളമ്പെല്ലാം ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. അതെടുത്ത കലക്കിയെടുക്കും. ഇതാണ് കലക്കി അല്ലേ? കലക്കിയുടെ മുട്ടനെ ഇതാക്കി കറി കലങ്കി എഗ്ഗാണ്. എഗ്ഗും നമ്മൾ കലക്കി പറയും മലയാളത്തിൽ. ഓക്കെ, എന്നുള്ള എഗ്ഗും എന്താണ് ഇതിൽ? എഗ്ഗിലും അതിൽ ഇതാ കറിൻ്റെ പോലത്തെ മസാല ഇല്ല, അതിട്ട് കളയും. ആകെയുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്ന രീതിയിൽ നിങ്ങളെക്കാളും കൂടുതൽ അത് ചട്നിയെല്ലാം നല്ല ടേസ്റ്റ്. നമ്മളിവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. ഇത് ഫസ്റ്റ് ടൈം കഴിക്കുന്ന ജിനേഷാണ്. അപ്പോൾ ജിനേഷാണ് പറയുന്നത് അടിപൊളി ഫുഡാണ്. സാമ്പാറായാലും ചട്നി ആയാലും ക്ലാസ്സാണ്. ഓയിലൊന്നുമല്ല, കീപ്പ് ചെയ്തു വർഷങ്ങളായിട്ടുള്ള എല്ലാവർക്കും അറിയുന്നത്. നോൺ വെജ് ആയിട്ട് പോലെ അല്ലേ? നോൺ വെജ് ആയിട്ട് നമ്മളിപ്പോൾ കഴിക്കുന്നത് ബ്ലോക്ക് 3ലാണ്. ബ്ലോക്ക് 3 അപ്പുറം ബ്ലോക്ക് 4 വേറൊരു എണ്ണമലി ഉണ്ട്. അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട്. ഈ ഭാഗത്ത് ഇപ്പോൾ രണ്ടെണ്ണം. മങ്കാർ ബ്ലോക്ക് 3 അത് മങ്കാർ ബ്ലോക്ക് 4 നേരെ ഓപ്പോസിറ്റ്. പാർക്കിംഗ് ഒക്കെ സൗകര്യമുണ്ട്. ബ്ലോക്ക് 3 പ്രത്യേകിച്ച് നല്ല സൗകര്യം. ബ്ലോക്ക് 4 കുറച്ച് കൺസിസ്റ്റന്റ് ആണ്. ഈ പറഞ്ഞ കുറേ ഐറ്റംസ് ദോശയിൽ തന്നെ ഒരുപാട് നല്ല ഐറ്റംസ് ഉള്ള നല്ല ടേസ്റ്റ്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയാലും മോർണിംഗ് നല്ല തിരക്കാണ്. സീറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണ് മോർണിംഗ്. പിന്നെ ഫാമിലി
ആണെന്ന് തോന്നുന്നില്ല, കാരണം ഫാമിലിക്ക് ഒരു പ്രത്യേകതയല്ല, മെയിനായിട്ടും ബാച്ചിലേഴ്സിനാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ വിജയ് സർ. മലയാളി കസ്റ്റമേഴ്സിന് വേണ്ടി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഓക്കെ. അതാണ് വിശാലമായ പാർക്കിംഗ് ഫോർ അന്നാമലൈ അല്ലേ. ഒരു കൺജഷൻ ഇല്ല പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട്. മങ്കാഫിലെ 23rd സ്ട്രീറ്റിൽ ബ്ലോക്ക് 3യിലുള്ള അന്നാമലയാണ്. സോ ഒരു തമിഴ് സ്റ്റൈൽ ഭക്ഷണം താല്പര്യമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് തമിഴ് സാമ്പാർ എന്നുള്ളത് വളരെ 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 ടേസ്റ്റിയാണ്. നല്ല ചായയാണ്. അതെ, സാമ്പാറും ചായ, ദോശ അതെ. തന്നെയാണ് അതിൻ്റെ ഇഡ്ഡലി സാമ്പാറും. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റാണ് ആൾക്കാർ ജോലിക്ക് പോകുന്നവരും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇവിടെ വന്ന് മനസ്സിലാവും, നല്ല തിരക്കായിരിക്കും. ഒരു ദോശ തന്നെയാണ്, മസാല ദോശ, ചായ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ദോശയുണ്ട്. അതാണ് എൻ്റെ ഹൈലൈറ്റ്. റൈസ് ഇതുവരെ കഴിച്ചിട്ടില്ല, എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ അതും ഒക്കെ ആയിരിക്കും, സെർവിങ്സ് ഒക്കെയാണ്. അടുത്ത ഹോട്ടലിൽ നമുക്ക് പുതിയൊരു റിവ്യൂവുമായി കാണാം. താങ്ക് യു.